നിങ്ങളാരെങ്കിലും ഒരു ബംഗാളി യാത്രയെ വേണ്ടിനാ കണ്ടിട്ടില്ലെങ്കിലോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടായിരുന്നു തന്നെ ചങ്ങായി ഒന്ന് മുടിയെല്ലാം സ്റ്റൈലാക്കി കുട്ടപ്പനായി ഒന്നിന്. ആദ്യം തന്നെ നമ്മൾ പോയത് ഒരു ബാഗ് വാങ്ങാനാണേ. അധികം ഒന്ന് ലേറ്റ് ആക്കാണ്ട് തന്നെ ബായ് പെട്ടെന്ന് തന്നെ ഒരു ബാഗ് സെലക്ട് ആക്കി. അങ്ങനെ തന്നെ നമ്മൾ വേഗം ബില്ലും കൊടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി. എന്നെ എന്തിനാണ് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബായ്ക്ക് തമിഴൊന്നും അറിയില്ല. അപ്പം ഞാനായിരുന്നു മെയിൻ ബാർഗി. ഞാളിത് ഇപ്പം വരുന്നതെന്ന് എൻ്റെ ബാഗ് ആടെ വെച്ചിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പണ്ട് ഇതുപോലെ ഒന്ന് പോയിട്ട് ചങ്ങായി അവസാനം ബീവറയിൽ ചെന്ന് നിർത്തി. അങ്ങനെ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതായിരുന്നില്ല, ഒരു സാരി വാങ്ങാനായിരുന്നു. ആടെ എത്തിയപ്പോൾ തന്നെ ഭാര്യനെ എനിക്ക് വിളിച്ച് സാരിയൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാം ഇഷ്ടമായി. പിള്ളേരെല്ലാം വിളിച്ച് ഓരിക്കുള്ള ഡ്രസ്സും എടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാനും ആലോചിക്കുന്നത്, ഐഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ കല്യാണം മുടങ്ങി എന്നെല്ലാം പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇയാളൊരു സാരിയൊക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാവരും ഹാപ്പി ആക്കുന്നുണ്ടെങ്കിൽ എനക്കെന്തോ ഇഷ്ടമായി അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ അധികം വെയിറ്റ് പിടിക്കണമെന്ന് വെച്ചിട്ട് ഞാനും സാരി എടുത്ത് ഞാൻ എൻ്റെ കയ്യിലും പിടിച്ച്. ബായ് നാളെ ബംഗാൾ പോകുന്നതിനുള്ള പൊലിവിലല്ല കേട്ടോ. നിങ്ങൾ ബംഗാൾ എന്ന് പറയുമ്പോൾ അധികം കുറവാക്കൊന്നും വേണ്ട. അങ്ങനെ ഓർക്ക് ബംഗാൾ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ ബായിക്ക് ഒരു കെട്ടിപ്പിടുത്തെല്ലാം കൊടുത്ത് അധികം ലേറ്റൊന്നും നോക്കറ് വേഗം തിരിച്ചു വരണമെന്നെല്ലാം പറഞ്ഞ്. ബായ് പറഞ്ഞാൽ പിന്നെ ഞാനെന്താ പെട്ടെന്ന് തിരിച്ചു വരുമല്ലോ, എന്നാലും പോകുമ്പോഴുള്ള ചെറിയൊരു സങ്കടമുണ്ട്, എന്തായാലും വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഞാനും പുറത്തുനിന്ന് ഒരു അടിപൊളി ടാറ്റയും പറഞ്ഞ് ഞാനും പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.